നമ്മളിപ്പോൾ ഉള്ളത് ഓട്ടോസ്റ്റാർക്കിൻ്റെ കൊച്ചി ഫെസിലിറ്റിയിലാണ്. നമ്മൾ ഈ വെഹിക്കിൾ അറിയാലോ, ഓട്ടോസ്റ്റാർക്കിൻ്റെ സ്വന്തം താറ. ഇപ്പോൾ ഈ താറിൽ കുറേ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ടീനിൻ്റെ ഡാമ്പേഴ്സ് വരുമ്പോൾ പറയാമെന്നുള്ളത്. ഐറ്റം എത്തിയിട്ടുണ്ട്. ഇതാണ് ടീൻ ഡാമ്പേഴ്സ്. ടീൻ എൻഡ്യൂറ പ്രോ പ്ലസ് എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇത് OE സസ്പെൻഷൻ്റെ സെയിം റിപ്ലേസ്മെൻ്റ് ആയിട്ട് വരും. ഇത് ഡാമ്പർ വിത്ത് സ്പ്രിങ് ആണ് വരിക. ഇതിനു മുമ്പ് നമ്മൾ സ്പ്രിങ് സെപ്പറേറ്റ്ലി കൊടുത്തിരുന്നു. ഇപ്പോൾ ഡാമ്പേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഡാമ്പിങ് ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതിനകത്ത് സോഫ്റ്റ് ഹാർഡ് ഓപ്ഷൻ ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. നോർമലി നമുക്ക് വരുന്ന സസ്പെൻഷനിൽ ഒന്നല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാർഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടീൻ്റെ ഇതിനകത്ത് നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ സോഫ്റ്റിലുള്ള ഇപ്പോൾ ഞാൻ ഹാർഡിലേക്ക് ടേൺ ചെയ്യുവാണ്. ഇറ്റ്സ് ഹാർഡ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സസ്പെൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേ ടെറൈനിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർഡിൽ വേണമെങ്കിൽ ഇടാം, അല്ല ഓഫ് റോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റിൽ ഇടാം. പക്ഷേ ഇതിന് EDFC കൺട്രോൾ ഇല്ല. മാനുവലി എല്ലാ സസ്പെൻഷനും നമ്മൾ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യേണ്ടി വരും. സോ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ്റെ ബോൾട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഊരിയെടുക്കാം. ഇതാണ് ഫ്രണ്ട് സസ്പെൻഷൻ അസി മൊത്തമായിട്ട് വരുന്നത്. നമ്മൾക്ക് വരുന്നത് ഈ ഒരു ഡാമ്പറും ഇതിൻ്റെ കൂടെ ഒരു സ്പ്രിങ് ആണ്. ആ സ്പ്രിങ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ സെയിം ഡാമ്പർ മാത്രമേ മാറുന്നുള്ളൂ. ഈ ആം നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യും. ഈ സസ്പെൻഷൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രണ്ട് സസ്പെൻഷനിലും നമുക്ക് ആ ഡാമ്പിംഗ് ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡാമ്പിംഗ് ഫോഴ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഏത് കണ്ടീഷനിൽ പോയാലും ഈക്വൽ ഡാമ്പിംഗ് ഫോഴ്സ് തന്നെ ഉണ്ടാവുള്ളൂ. ഈ സസ്പെൻഷൻ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ഡാമ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ അഴിച്ചിട്ടുള്ള ഡാമ്പർ. ഇത് ടീനിൻ്റെ ഡാമ്പർ. ഇനി എന്തായാലും ഡയറക്റ്റ്ലി അഴിച്ച സാധനം വെച്ച് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന്. ഇത് ഞാനിത് ഫുള്ള് ഹാർഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി പ്രസ് ചെയ്ത് നോക്കാം. ഇനി ക്ലിക്സ് ഞാൻ ലെഫ്റ്റിലോട്ട് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമ്പിംഗ് ഫോഴ്സ് മാറും. ഇതിപ്പോൾ സോഫ്റ്റിലോട്ടാവും. ഇനി പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ടീനിൻ്റെ ഈ ഡാമ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഡാമ്പിംഗ് ഫോഴ്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആ OEM-നേക്കാളും എത്ര സോഫ്റ്റ് വേണം, എത്ര ഹാർഡ് വേണം എന്നുള്ള ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഈ 16 ക്ലിക്സ് എന്ന് പറഞ്ഞാൽ ആ ക്ലിക്സ് ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേയിലാണ് ഈ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർഡ് മോഡിലിട്ടിട്ട് ഓടിക്കുക. അല്ല ഓഫ് റോഡ് പോകുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് തിരിച്ച് ടേൺ ചെയ്തിട്ട് എല്ലാം ഈക്വലായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് നമ്മൾ നോക്കണം. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് വേണ്ട റിക്വയർഡ് ഡാമ്പിംഗ് ഫോഴ്സിലേക്ക് നമുക്കിത് മാറ്റാനായിട്ട് പറ്റും. താറിൻ്റെ റിയറിൽ വരുന്നതും ഈ സെയിം തന്നെ സ്പ്രിങ്ങും ആൻഡ് ഡാമ്പറാണ്. പക്ഷേ ഫ്രണ്ടിൽ സ്പ്രിങ്ങും ഡാമ്പറും ഒരുമിച്ചായിരിക്കും. റിയറിൽ സ്പ്രിങ്ങും ഡാമ്പറും സെപ്പറേറ്റ്ലിയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിയർ സൈഡ് മാറ്റാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. സ്പ്രിങ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സസ്പെൻഷനിൽ നമ്മൾ നമ്മുടെ ടീൻ വെച്ച് റിപ്ലേസ് ചെയ്യും. സെയിം ഫ്രണ്ടിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ബോട്ടമിലാണ് വരുന്നത്. അതുകൊണ്ട് ബോട്ടം ഡാമ്പിംഗ് ഫോഴ്സ് അഡ്ജസ്റ്റഡ് ആണിത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷന് ശേഷം നമുക്കിത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈസി ആയിട്ട് ഡാമ്പിംഗ് ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ലിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. ജസ്റ്റ് വെഹിക്കിളിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഇത് ഡയറക്റ്റ്ലി ലിഫ്റ്റ് ചെയ്യാതെ നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ കാണിച്ചു തന്ന സെയിം ആ ഒരു മെത്തേഡ് തന്നെ. ഒരു സൈഡിലേക്ക് സോഫ്റ്റ് ആവും, ഒരു സൈഡിലേക്ക് ഹാർഡ് ആവും. ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിടാം. അങ്ങനെ വർക്ക് കഴിഞ്ഞു. ഇനി ആ വർക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ എക്സ്റ്റീരിയറിൽ കുറച്ച് ചെറുതായിട്ട് ഒരു ഗ്രീൻ ഇതും കൂടി ചെയ്തിട്ടുണ്ട്. നേരത്തെ യെല്ലോ ടോണാണ് നമ്മൾ താറിൻ്റെ മൊത്തം ചെറിയ ചെറിയ പാർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഒന്ന് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. കാരണം ടീൻ മാറ്റിയത് കൊണ്ട് മാത്രമല്ല, ജസ്റ്റ് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ താറിൻ്റെ വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്നത് താറിൻ്റെ സ്പ്രിങ്സ് ആണ്. സ്പ്രിങ്സിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തിട്ടുള്ള നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ താറിൻ്റെ സ്പ്രിങ്ങും ഡാമ്പറും മാറ്റിയിട്ടുണ്ട്.
സ്പ്രിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഇതിൽ 28 ക്ലിക്സ് ആണ് ടോട്ടലി വരിക. അതിലിപ്പോൾ ഇട്ടിട്ടുള്ളത് 19 ആണ് ഫ്രണ്ടിൽ ഇട്ടിട്ടുള്ള, പുറകിൽ 18 ആണ് ഡാമ്പിങ് ഫോഴ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന കുറച്ചൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. എന്ന് വെച്ചാൽ എനിക്ക് ആ റോളിങ് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. നേരത്തെ ഓടിക്കുമ്പോഴൊരു താറിന് ശരിക്കും നമ്മളിപ്പോൾ ബ്രിഡ്ജിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, താറ് ബ്രിഡ്ജിലോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിനി കൂപ്പറൊക്കെ ഓടിക്കുന്ന പോലെ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും, ഓരോ ഗ്രിഡ് ചാടുമ്പോഴുള്ളൊരു ഫീൽ. പക്ഷെ ഇപ്പം അതില്ല. ടീനിട്ട് കഴിയുമ്പോൾ എനിക്ക് മെയിൻ ഫീൽ ചെയ്തതാണ് ആ ഒരു ഫീൽ കംപ്ലീറ്റ്ലി മാറി ഒരു ഫ്ലോയിലാണ് പോവുക. ഞാൻ ആദ്യം സോഫ്റ്റിലിട്ടിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു പണ്ട് കൈനറ്റിക് ഹോണ്ടൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വേവി ആയിട്ടാണ് പോവുക, എടുത്തിട്ട് അടിക്കില്ല, വേവി ആയിട്ട് പോകുന്ന ആ ഒരു ഫീലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ റോളിംഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വണ്ടി ഇപ്പം എൻ്റെ കയ്യില്ല. ഞാനിപ്പോൾ കാല് കൊടുത്തു കഴിഞ്ഞാലും വണ്ടി എനിക്ക് 100% എൻ്റെ കയ്യിലാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ടീം ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ 2-3 ടെറൈനിൽ ഓടിച്ച് നോക്കി. ഇനി നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് മോട്ടോർസൈക്കിളിൻ്റെ കൊച്ചി, തൃശ്ശൂർ എവിടെയാണോ കൺവീനിയൻറ്റ് അങ്ങോട്ടൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുക, ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് പറയാം. താർ ഓണേഴ്സ് ഉറപ്പായിട്ട് ഓടിച്ച് നോക്കുക. നിങ്ങളിത് ഒരിക്കലും മിസ് ചെയ്യരുതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമൻസ് ഉണ്ടാവും അല്ലേ, ഇതിനി എപ്പോഴും ഇറങ്ങി തിരിച്ച് ടേൺ ചെയ്ത് വെക്കണ്ടെന്നുള്ള. ഈ മോഡലിന് ഇത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും EDFC കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഈ വർക്കൊക്കെ ചെയ്യുന്ന EDFC ആയിരിക്കും. നമ്മൾ ജിമ്മി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൺട്രോൾ മോഡ്യൂൾ ഡാഷ്ബോർഡിലുണ്ടാവും. ഈ കൺട്രോൾ മോഡ്യൂളിൽ നിന്ന് നമുക്ക് സസ്പെൻഷൻ്റെ മുകളിലുള്ള മോട്ടറിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടിക്കകത്തിരുന്ന് തന്നെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലിയും ഈ ഡാമ്പിംഗ് ഫോഴ്സ് മാറ്റുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതിലെന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജിമ്മിയുടെ അല്ലെങ്കിൽ ടീൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോസ്റ്റാർക്കിൽ നമ്മളുടെ സ്വന്തം വണ്ടിയിൽ ചെയ്ത ടീനിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ്സ്. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓട്ടോസ്റ്റാർക്കിൻ്റെ കൊച്ചി അല്ലെങ്കിൽ തൃശ്ശൂർ ഫെസിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക. ഇത് കൂടാതെ ടീനിൻ്റെ മെനി ഓപ്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്, സ്റ്റോക്കിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടിക്കാണ് ടീൻ വേണ്ടതെന്നുള്ളതിന് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഓട്ടോസ്റ്റാർക്കിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ മറ്റൊരു വണ്ടിയായിട്ട് കാണാം.